പ്രപഞ്ചത്തിന്റെ അറ്റത്ത് നിൽക്കുന്നതിനെക്കുറിച്ച് സങ്കൽപ്പിക്കുക. ഗ്രഹങ്ങൾക്കും നക്ഷത്രങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിയാത്ത നിഗൂഢതകൾക്കും നിറഞ്ഞ വിശാലമായ ബഹിരാകാശത്തേക്ക് നോക്കുക. നമ്മുടെ അറിവിന്റെ അതിരുകൾ പര്യവേക്ഷണം ചെയ്യുമ്പോൾ പ്രപഞ്ചത്തിന്റെ അറ്റത്തിന്റെ നിഗൂഢതയെ നാം അഭിമുഖീകരിക്കുന്നു. അതിനപ്പുറം എന്താണോ ഉള്ളത്? ബഹിരാകാശത്തിന് ഒരു അവസാനമുണ്ടോ? അതോ അത് അജ്ഞാതത്തിലേക്ക് അനന്തമായി വ്യാപിക്കുന്നുണ്ടോ? സമാന്തര അളവുകൾക്കും ഇതര യാഥാർത്ഥ്യങ്ങൾക്കുമൊപ്പം നിലനിൽക്കുന്ന നിരവധി പ്രപഞ്ചങ്ങളിൽ ഒന്ന് മാത്രമാണ് നമ്മുടെ പ്രപഞ്ചമെന്ന് മൾട്ടിവേഴ്സിന്റെ സിദ്ധാന്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഓരോന്നിനും അതിൻ്റേതായ ഭൗതിക നിയമങ്ങളും സാധ്യതകളും ഉള്ള എണ്ണമറ്റ മറ്റ് പ്രപഞ്ചങ്ങൾ ഉണ്ടാകുമോ? മൾട്ടിവേഴ്സ് എന്ന ആശയം യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ വെല്ലുവിളിക്കുകയും അനന്തമായ സാധ്യതകളുടെ ഒരു ലോകം തുറക്കുകയും ചെയ്യുന്നു. പ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ദൈനംദിന അനുഭവത്തിനു എതിരായി മനസ്സിന് മനസ്സിലാവാത്ത ആശയങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നു. സ്ഥലസമയത്തിന്റെ മാറ്റം മുതൽ റിയാലിറ്റിയിൽ ഉണ്ടാവുന്ന മാറ്റം വരെ അറിവിന്റെ അതിരുകൾ മറികടക്കുന്നു. നമ്മുടെ ധാരണയ്ക്കപ്പുറമുള്ളത് എന്താണ്? പ്രപഞ്ചത്തിന്റെ മുഴുവൻ വ്യാപ്തിയും അതിന്റെ മറഞ്ഞിരിക്കുന്ന അളവുകളും നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയുമോ? ഈ നിഗൂഢതകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ കിടക്കുന്ന അനന്തമായ സാധ്യതകളെ നാം ചിന്തിക്കും. നക്ഷത്രങ്ങളുടെ ജനനം മുതൽ ജീവന്റെ പരിണാമം വരെ അനന്തമായ പുതുമയുടെയും അത്ഭുതഭൂമിയുടെയും ക്യാൻവാസാണ് പ്രപഞ്ചം. ഓരോ കണ്ടെത്തലും ഓരോ സിദ്ധാന്തവും ഓരോ ചോദ്യവും പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളും അതിനുള്ളിലെ നമ്മുടെ സ്ഥാനവും എങ്ങനെയാവും എന്നുള്ളതിലേക്ക് നമ്മെ നയിക്കുന്നു. അതിനാൽ നമുക്ക് അറിയാവുന്ന പ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിന്റെ അറ്റം പര്യവേക്ഷണം ചെയ്യുക, മൾട്ടിവേഴ്സിന്റെ സിദ്ധാന്തങ്ങൾ പരിശോധിക്കുക, നമ്മുടെ അറിവിന്റെ വളർത്തി മുന്നോട്ട് കൊണ്ടുപോകുക. കണ്ടെത്താനായി കാത്തിരിക്കുന്ന അനന്തമായ സാധ്യതകൾ നിറഞ്ഞ വിശാലവും അത്ഭുതകരവുമായ സ്ഥലമാണ് പ്രപഞ്ചമെന്ന് ഓർക്കുക. കൂടുതൽ ആകർഷകമായ ചർച്ചകൾക്കായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. ഞങ്ങൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഉടൻ തിരിച്ചെത്തും.